നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനുള്ള ഒരു ടിപ്പായിട്ട് ഒന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഉലുവ എടുത്തിടണം. ഉലുവയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട. ഉലുവ മാത്രം മതിയിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ എടുത്തിട്ട് നമുക്കത് പൊടിപ്പിച്ച ശേഷം 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതൊരു കുറുക്ക് പരുവാവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിയിൽ ഒട്ടും പിടിക്കാതെ നമ്മളതൊരു കുറുക്ക് പരുവാവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടാൽ മതി. കട്ടയായിട്ടൊന്നും വരാതെ നമ്മൾ അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒത്തിരി താമസമൊന്നും ഇല്ലാതെ ഇത് പെട്ടെന്ന് ഒരു കുറുക്ക് പോലെ ആവുമേ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നിസ്സാര വിലയ്ക്ക് ഇടുന്ന നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന ഉലുവ മാത്രം മതിയേ. വേറെ ഒന്നും നമുക്കിതിനോടൊപ്പം ചേർക്കണ്ട. അപ്പോൾ അത് അടിയിൽ പിടിക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. തിളച്ച് വന്നിട്ടോ. അപ്പോൾ ഒരു കുറുക്ക് പോലെ ആയിട്ടുണ്ട്. ശരിക്കും നല്ലോണം തിളച്ചോട്ടെ കേട്ടോ. കാരണം ആ ഉലുവയുടെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് പിടിക്കണം. നമുക്ക് ആ വെള്ളം കേട്ടോ അതിൻ്റെ ആവശ്യം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. ഇത് മതിയാവും കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി കുഴമ്പ് രൂപത്തിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് മതിയാവും. ശേഷം നമുക്കൊരു അരിപ്പെടുത്ത് അതിലേക്ക് അരിച്ചു കൊടുക്കാം. ഒരു കോട്ടൻ്റെ തുണി എടുത്ത് അതിലൂടെ അരിച്ചെടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി നീര് നമുക്ക് കിട്ടുമേ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയേ. ഇതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴയോ നാടൻ മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഉലുവ മാത്രമേ എടുക്കുന്നുള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.